എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളോടൊപ്പം പ്രിയപ്പെട്ട മാത്യു ഡാനിയൽ അച്ഛൻ ഉണ്ട്. അച്ഛ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മളുടെ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ഗാനങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് മറ്റൊരു ഗാനത്തിലേക്ക് കിടക്കാം. അച്ഛ, സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ മനോഹരമായൊരു രചനയാണ് ആരു സഹായിക്കും എന്ന ഗാനം. ആ ഗാനം ഒരു ഭക്തൻ്റെ മരണധ്യാനം, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ഭക്തൻ തൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിലൂടെ കടന്നു പോകുന്ന ചില മനോഹരമായ ചില വരികളാണ്. അച്ഛാ, ആ പാട്ടിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊന്ന് പറയാമോ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തെ ഒരുങ്ങിയ ഒരു ഭക്തനാണ്. അത് സാധുവിനെക്കുറിച്ച് മാത്രമല്ല, എല്ലാ ഭക്തന്മാരും അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം ഒരു ഭക്തനെ സംബന്ധിച്ച് ഈ ഭൗതിക ജീവിതത്തെക്കാൾ യാഥാർത്ഥ്യമാണ് മരണാനന്തര ജീവിതം. അപ്പോൾ അതുകൊണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരുങ്ങിയിരിക്കുക എന്നുള്ള ഭക്തൻ്റെ ഉത്തരവാദിത്തമാണ്. സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ മരണവും അത്തരത്തിലൊരു ശാന്തമായ ഒരു മരണമായിരുന്നു. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കാം ആദ്യത്തെ ഭാഗത്ത് തന്നെ. സാധു കൊച്ചുകുഞ്ഞുപദേശി 30 വർഷത്തോളം വളരെ തീക്ഷ്ണതയോടെ തീവ്രതയോടെ പ്രേക്ഷിത വൃത്തി അനുഷ്ഠിച്ച ഒരു ഭക്തനായിരുന്നു. ജീവിത അവസാനത്തോടടുത്ത സമയം അദ്ദേഹം ശാരീരികമായി ക്ഷീണിതനായി. അപ്പോൾ യാത്ര പഴയതുപോലെ സാധ്യമല്ല എന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹം വരുന്നു. അപ്പോൾ അദ്ദേഹം ഏതാനും ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കും, ദൈവമേ എന്തേ, ഇതിന് കാരണം എന്തേ, ഞാനിനി ഈ യാത്ര തുടരണം എന്നില്ലേ, അങ്ങ് ഉദ്ദേശിക്കുന്നില്ലേ എന്ന്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വെളിപാടെന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ കൊണ്ട് ദൈവം എന്താ ഉദ്ദേശിക്കുന്നുവോ അത് സാക്ഷാത്കരിക്കുന്നവരെ അവർ ജീവിച്ചിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ദൈവം ഉദ്ദേശിച്ച ഇത്ര വരെ ഉള്ളുവെങ്കിൽ അത്രയും മതി എന്ന് ബോധ്യമായി. അപ്പോൾ അദ്ദേഹത്തിന് ശാരീരിക ക്ഷീണം കൂടി. എന്നിട്ട് അദ്ദേഹത്തിന് വ്രതനിഷ്ഠകളിൽ നിന്ന് പിന്നോട്ട് പോകാനായിട്ട് തയ്യാറാകുന്നില്ല. ഭക്ഷണശൈലി മാറ്റാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇങ്ങനെ ഒരു ധ്യാനവും പാട്ടും ഒക്കെ ആയിട്ട് അദ്ദേഹം കഴിച്ചു കൂടുന്നു. അപ്പോൾ മരണത്തിന് നിമിഷം മുഹൂർത്തം അടുത്തു എന്നറിഞ്ഞപ്പോൾ തൊട്ടടുത്ത് നിന്ന് പ്രിയ ശിഷ്യനായ ചാക്കോ സന്യാസിയോട് ചോദിക്കുന്നു, ചാക്കോ, ഇതാണോ മരണം എന്ന് ചോദിക്കുന്നു. എങ്കിൽ ഞാൻ മരിക്കുന്നില്ല, ഞാൻ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ പ്രശാന്തതയോടെ പ്രശാന്ത തീരത്തേക്ക് നയിക്കപ്പെട്ട ഒരു ഭക്തനാണ് സാധു കൊച്ചുകുഞ്ഞുപദേശി എന്ന് പറയുക. അദ്ദേഹം ഈ മരണത്തിന് മുൻപ് തന്നെ എഴുതിയ മനോഹരമായൊരു ഗാനമാണ് ആര് സഹായിക്കും ലോകം തുണയ്ക്കും എന്നുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ സാറ് പറഞ്ഞതുപോലെ ഒരു മരണധ്യാനമാണ്. അദ്ദേഹം പറഞ്ഞത്, മരണ യോർദാൻ കടന്നു പോകുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടാകുമോ? ഭാര്യയോ മക്കളോ സഹോദരങ്ങളോ ആരും ഉണ്ടാവുകയില്ല, തനിയെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഈ മരണദൂതൻ വന്ന് ദേഹിയെ ചോദിക്കുമ്പോൾ ഇല്ല, ഒക്കില്ല എന്ന് പറയാനായിട്ട് ആർക്കും സാധ്യമല്ല. എന്ന് പറയുമ്പോൾ മരണം എന്ന് പറയുന്നത് അനിവാര്യമാണ്. ആ അനിവാര്യതയെ ഒരു ഭക്തൻ്റെ പ്രത്യാശയോടുകൂടെ നിറവോടുകൂടെ അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു ഗാനമാണെന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ പാടുന്ന ഒരു ഗീതമാണ് ഈ പറയുന്ന ആര് സഹായിക്കും ലോകം തുണയ്ക്കുമെന്ന് ആരംഭിക്കുന്ന ഈ ഗീതം എന്ന് പറയുന്നത്. ഈ ഗീതം പാടുമ്പോൾ പോലും നമുക്ക് പോലും ഒരു നെടുവീർപ്പ് പോലെ പാടുമ്പോൾ നമുക്കൊരു നെടുവീർപ്പ് വരും. അതിൻ്റെ ആ ടോൺ തന്നെ ഈ പറഞ്ഞില്ലേ, പ്രശാന്തയുടെ തീരത്തേക്ക് ഞാൻ നടന്നു പോകുന്ന ഒരു പ്രതീതി നമ്മുടെ മനസ്സിൽ കിട്ടും. അച്ഛാ, ഈ സാധു കൊച്ചുകുഞ്ഞുപദേശി ഏകദേശം എത്ര വയസ്സിലാണ് ഈ ലോകം വിട്ട് പോകുന്നത്? 62 വയസ്സുള്ളപ്പോഴാണ്. 62 വയസ്സുള്ളപ്പോഴാണ്. നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. സഹായിക്കും ലോകം തുണയ്ക്കുമോ, ജീവൻ പോയിടുമ്പോൾ ആശ്രയമാരുള്ളൂ, സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും, ക്ലേശമോടെല്ലാരും കണ്ണുനീർ തൂകിടും, ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ ഇല്ലെന്നോ
അച്ഛാ, സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ മറ്റൊരു ഗാനമുണ്ട്, എന്തെല്ലാം വന്നാലും എന്നുള്ള. വളരെ നല്ലൊരു പാട്ടാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ കഷ്ടപ്പാടുണ്ടായാലും എൻ്റെ യേശുവിനോടൊപ്പം നമ്മളായിരിക്കണം, ആ കരം പിടിച്ച് നടക്കണമെന്ന അർത്ഥം വരുന്ന ഒരു പാട്ട്. എന്ത് കഷ്ടതകളുണ്ടെങ്കിലും. ഈ പാട്ടിൻ്റെ സന്ദർഭത്തെക്കുറിച്ച് ഒന്ന് പറയാമോ വെച്ചാൽ? ഈ പാട്ടിൻ്റെ സന്ദർഭം വ്യക്തമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മറ്റു പാട്ടുകളെ പോലെ തന്നെ സാധു കൊച്ചുപദേശിയുടെ മനസ്സ് വായിച്ചെടുക്കാവുന്ന ഒരു ഗീതമാണ് എന്തെല്ലാം വന്നാലും എന്ന് ആരംഭിക്കുന്നു പറയുന്നത്. ആ തുടക്കം വ്യക്തമാക്കുന്ന പോലെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധി വരട്ടെ, എന്തെല്ലാം ക്ലേശങ്ങൾ ഭവിക്കട്ടെ, എന്തെല്ലാം സഹനങ്ങൾ ഉണ്ടാകട്ടെ, അതൊക്കെ ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി സഹിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ ഗാനമാണ് എന്തെല്ലാം വന്നാലും ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സാധുവിൻ്റെ ജീവിതത്തിൽ പോലും ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിച്ചപ്പോൾ പോലും തന്നെ ഒരാശ്രയം കണ്ടെത്തുന്ന രീതിയിലുള്ള വരികളാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? കാരണം അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, 10,000 വർഷം കഷ്ടം സഹിച്ചാലും അത് കഴിഞ്ഞ് വരുന്ന ആ സന്തോഷത്തെക്കുറിച്ചും സൗഭാഗ്യത്തെക്കുറിച്ചുമുള്ള ചിന്തയാണ് എന്നെ അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അതായത് കഷ്ടത ജീവിതത്തിൻ്റെ അവകാശമാണെന്ന് ചോദിച്ച ഒരാളാണ് സാധു കൊച്ചുപദേശി. ഈ സഹനം എന്ന് പറയുന്ന ആ ഒരു പ്രതിസന്ധിയുള്ള പ്രശ്നമുണ്ടല്ലോ, അത് എല്ലാ കാലത്തും പ്രഹേളിക പോലെ നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് പ്രയാസമാണ്. പ്രത്യേകിച്ച് എന്തുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരാൾ കഷ്ടപ്പെടുന്നു, രോഗം അനുഭവിക്കുന്നു, സങ്കടപ്പെടുന്നു, പ്രിയപ്പെട്ടവരുടെ അവിചാരിതമായ വേർപാട് മൂലം സാമ്പത്തിക ക്ലേശം ബുദ്ധിമുട്ടുന്നു, ഇത് എല്ലാ കാര്യത്തിലും പ്രഹേളികയാണ്. ഒരു പക്ഷേ ബൈബിളിൽ ജോബിൻ്റെ പുസ്തകം കൈകാര്യം ചെയ്യുന്ന വിഷയം അത് തന്നെയാണല്ലോ പറയുന്നത്. എന്നാൽ ഈ കഷ്ടത എന്ന് പറയുന്നത് തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണെന്നും കുറേ കൂടെ പവിത്രീകരിക്കാൻ വേണ്ടിയാണെന്നും ഒക്കെയുള്ള ചിന്തയാണ് ഭക്തന്മാർ ഇതിനെ അഭിമുഖീകരിക്കാൻ പ്രേരിപ്പിച്ചിരുന്നത്. സാധു കൊച്ചുപദേശിയുടെ ജീവിതവും അതുതന്നെയായിരുന്നു. ഒരിക്കലും കഷ്ടതയിൽ തന്നെ ഒഴിവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല. തമ്പുരാൻ പറയുന്നുണ്ടല്ലോ, ഈ പാനപാത്രം നിന്ന് ഒഴിഞ്ഞു കിട്ടണം, എന്നാൽ നിൻ്റെ ഹിതം പോലെ ആകട്ടെ. സാധുവിൻ്റെ ജീവിതം അതുതന്നെയാണ്. ദൈവമേ, നിൻ്റെ ഹിതം പോലെ ആണ് ഈ കഷ്ടത ലഭിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാനും അംഗീകരിക്കാനുമുള്ള കൃപ തരണമേ. അതിനെ അതിജീവിക്കാനുള്ള പതിവ് പോലെ ഒരു മോക്ഷ പ്രയാണമാണ് എൻ്റെ ജീവിതം എന്ന കാഴ്ചപ്പാടിലാണ് ഇതുകൊണ്ടെന്ന് അവസാനിപ്പിക്കുന്നത്. അതാണ് ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അച്ഛാ, ഈ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ പാട്ടുകൾ എടുത്താൽ ഈ അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ നേടിയിട്ടുള്ളൂ. പക്ഷേ നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരാളിനെ പോലെ തൻ്റെ രചനാ വൈഭവം ഈ പാട്ടുകളിലൂടെ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്തരം ഭാഷ കൈകാര്യം ചെയ്യാൻ പുള്ളിക്ക് പറ്റിയത് എന്നൊന്ന്? അത് ദൈവകൃപയുടെ ഒരു വരപ്രസാദം എന്ന് പറയുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ യുക്തിഭദ്രമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം. ഈ സെൻട്രൽ ട്രാവൻകൂറിൽ ഏറ്റവും കൂടുതൽ സാംസ്കാരികമായ പൈതൃകമുള്ള ഒരു ഭൂമിയാണ് ഈ പമ്പയുടെ തീരവും ഇടയാറന്മുള ഗ്രാമം എന്ന് പറയുക. അപ്പോൾ കെ വി സൈമൺ സാറിനെ പോലെ, ഇടയാറന്മുള കെ എം വർഗീസ് സാറിനെ പോലെ, ഡോക്ടർ കെ ഭാസ്കരൻ നായരെ പോലെ, ഡോക്ടർ കെ എൻ ജോർജ് സാറിനെ പോലുള്ള ആളുകളൊക്കെ ജനിച്ചു വളർന്ന ഒരു സ്ഥലമാണ്. ജോർജ് സാറൊക്കെ അന്ന് ചെറുപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഭാഷയോട് സാഹിത്യത്തോടൊരു ആഭിമുഖ്യം അവർക്കുണ്ടായിരുന്നു. അത് ഒരു ക്രിസ്തുഭക്തൻ്റെ ജീവിതത്തിലേക്ക് ആയപ്പോൾ അത് ക്രിസ്തുവിന് വേണ്ടിയുള്ള ഭാഷാജ്ഞാനമായിട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ബൈബിളിൽ ഇത്രയേറെ തിട്ടം, അതൊരിക്കലും ബൈബിളിലെ മലയാളമായിരിക്കും അദ്ദേഹത്തെ ഇത്രയും കൂടുതൽ ആ കാലത്ത് തന്നെ പല തർജ്ജമകൾ നോക്കിയതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ ബോധ്യമാകും. അപ്പോൾ അങ്ങനെ ഭാഷ, എന്നാൽ ഇതിനൊക്കെ ഉപരിയായി എനിക്കറിയുന്ന ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ. ഈ ഭാഷയിലുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ്റെ ഒരു വരദാനമാണ്. ആ വരദാനം അനുഭവിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ഇത്ര സമ്പന്നമായ പദാവലികളിലൂടെ അതേപ്പം ലളിതമായി ഈ ആശയത്തെ സംവേദനം ചെയ്യാനായിട്ട് കഴിഞ്ഞത് എന്ന് തോന്നുന്നു. ഏതായാലും അച്ഛാ, ഈ പാട്ട് നമുക്കൊന്ന് കേൾക്കാം സാർ. എന്തെല്ലാം വന്നാലും കർത്താവിൽ
സഹിപ്പാൻ മേലാത്തതു തന്നീടല്ലേ കഷ്ടം സഹിക്കേണ്ട ശക്തിയും തന്നീടണേ സാത്താൻ ജയിച്ചെന്നു വന്നീടല്ലേ നാഥ സർവായുധം നൽകി പാലിക്കണേ നിന്നെ പരീക്ഷിച്ചു തോറ്റൊരു സർപ്പം തൻ വാലിൽ പൊരുതന്നെ തോൽപ്പിക്കല്ലേ പാമ്പിൻ്റെ വായിൽ കൂടുണ്ടാകുന്നാറതിൽ മുങ്ങി ഒഴുകി ഞാൻ പോയിടല്ലേ വ്യസന സമുദ്രത്തിൽ കപ്പൽ തകർന്നു ഞാൻ മത്സ്യത്തിനാഹാരം ആയിടല്ലേ തിരമാല വന്നെന്നെ പരിതാപമോടതിൽ അലയുന്ന മർത്യനായി തീർത്തിടല്ലേ പ്രേമ പരിമള കുന്നിന്മേലേറി ഞാൻ മാൻപേട പോലെൻ്റെ പ്രിയൻ പിൻപിൽ തുള്ളിക്കളിച്ചതി സന്തോഷയാത്രയായി സുരലോകം ചേർന്നെന്നും വാണിടുവേ എന്തെല്ലാം വന്നാലും കർത്താവിൽ സാധോ ഞാൻ സന്തോഷമായി ഭൂവിൽ വാസം ചെയ്യും എന്തെല്ലാം വന്നാലും കർത്താവിൽ സാധോ ഞാൻ സന്തോഷമായി ഭൂവിൽ വാസം ചെയ്യും അച്ഛാ മറ്റൊരു ഗാനമുണ്ട് ഈ അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി നമ്മുടെ സുവിശേഷ വേദികളിലും പള്ളികളിലുമൊക്കെ മിക്കവാറും പാടി വരുന്നൊരു ഗാനമാണ് ആ ഗാനം പലരും എഴുതിയതായി പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ആരാ എഴുതിയതെന്ന് നമുക്ക് വലിയ നിശ്ചയമില്ല അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു അഭിപ്രായം എന്താ ഇതുപോലെ പല രചയിതാക്കളും ഈ പല പാട്ടുകൾ എഴുതുന്നുണ്ട് പക്ഷേ ഇത് കറക്റ്റായിട്ട് നമുക്ക് എഴുതി വയ്ക്കപ്പെട്ടിട്ടില്ല നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം അപ്പോൾ ഈ ഗാനവും അക്കൂട്ടത്തിൽ പെടുത്താവുന്ന ഒന്നാണ് ഈ സാധുവിൻ്റെ പാട്ടുകളോളം പഴക്കമുള്ളതല്ല ഈ പാട്ട് കുറേ കൂടെ താരതമ്യേന ആധുനികമാണ് എന്നാൽ ഏറ്റവും ആധുനികമാണെന്ന് പറയാനും നിർവാഹമില്ല 10-30 വർഷങ്ങളായിട്ട് മനുഷ്യൻ കേട്ട് പാടിപ്പതിഞ്ഞ പാട്ടുകളൊന്നാണ് ഈ അത്ഭുതകരമായൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ പാട്ടുകൾ പലരും പാടുമെങ്കിലും അത് ആരെഴുതിയതാണ് എന്നതിനെക്കുറിച്ച് വ്യക്തത പലപ്പോഴും കുറവാണ് അതുകൊണ്ട് തന്നെ പലരുടെ പേരിലും ഇത് അവകാശപ്പെടുന്നു അനന്തര തലമുറ അവകാശപ്പെടുന്നു അവർ തന്നെ ആയിരിക്കണമെന്നില്ല എന്നാൽ അപ്പോൾ അതുകൊണ്ട് ഏതോ ഒരു സുവിശേഷകൻ എഴുതിയ മനോഹരമായൊരു പാട്ടാണ് കവി മനസ്സുള്ളൊരു സുവിശേഷൻ എഴുതിയ പാട്ടാണെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധ്യമാകുള്ളൂ ഈ പാട്ടിനെക്കുറിച്ച് മാത്രം പല പാട്ടുകളും ഇതുപോലെ നമുക്ക് അജ്ഞാത കർത്തൃകങ്ങളായിട്ടുണ്ട് അതൊക്കെ അന്വേഷിച്ച് കുറേയൊക്കെ ലഭിക്കുമായിരിക്കാം അപ്പോൾ കാരണം നമ്മുടെ ഭക്തകവികളാരും അവരുടെ പേര് പ്രസിദ്ധപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല എല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്നൊരു ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടായിരിക്കണം അവർ പിന്നെ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല ഇത് ആരെഴുതി ആര് പാടി ആ റെക്കോർഡ് ചെയ്യുമെന്ന് പറയാൻ അവർക്കൊക്കില്ലല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഗാനമാണ് ഏതായിരുന്നാലും ഇതിലെ ആശയപരമായിട്ടും എൻ്റെ ലാളിത്യം കൊണ്ടും അതിൻ്റെ ദർശനം കൊണ്ടും വളരെ മനോഹരമായൊരു അക്കരയ്ക്ക് യാത്രയും സിയോൻ സഞ്ചാരി ഓളങ്ങൾ കണ്ട് നീ ഭയപ്പെടുകയാണ് ജീവിതത്തെ ബന്ധപ്പെടുത്തി അതെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി അതെ ജീവിതമാകുന്ന തോണി ഇങ്ങനെ ഓളങ്ങൾ മുറിച്ച് കടന്നു പോകുന്നൊരു ചിത്രം നമ്മുടെ മനസ്സിൽ കിട്ടും അപ്പോൾ ആ സമയത്ത് ഇത് കണ്ട് പലപ്പോഴും നമ്മളും ശിഷ്യന്മാരെ പോലെയൊക്കെ അമ്പരന്ന് പോകാം ബിബ്ലിക്കലാണ് ആ ഒരു സങ്കല്പം അപ്പോൾ അതെല്ലാം എൻ്റെ കാര്യമില്ല കാരണം ദൈവം നിനക്ക് ഒരുക്കിയിരിക്കുന്നൊരു സൗഭാഗ്യമുണ്ട് എന്ന് പറയുന്ന ഇവിടെയൊക്കെ
പല പാട്ടുകളെക്കുറിച്ചും പറയാവുന്ന പോലെ ദുഃഖവും ക്ലേശവും ഒക്കെ പ്രത്യാശയ്ക്ക് വഴിമാറുകയാണ്. ആ ഒരു രാസപരിവർത്തനം ഈ പാട്ടിലും നന്നായിട്ട് വരുന്നിട്ടുണ്ട്. അതെ, അതുപോലെ കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്ന യേശു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു വലിയ വിശ്വാസം സുവിശേഷങ്ങളിലെ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. അച്ഛാ, നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ, തണ്ടുവലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്. അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കുഞ്ഞാടതിൻ വിളക്കാണേ, ഇരുളൊരു ലേശവും അവിടെയില്ല. കുഞ്ഞാടതിൻ വിളക്കാണേ, ഇരുളൊരു ലേശവും അവിടെയില്ല. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. തരുമെനിക്ക് കിരീടമൊന്ന്, ധരിപ്പിക്കും അവനെന്നെ ഉത്സവവസ്ത്രം. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിയും
പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കൊച്ചു കുഞ്ഞുപദേശിയെ പോലുള്ള രചയിതാക്കളുടെ ഗാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇനിയും അനേകരുടെ ഗാനങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് വരും എപ്പിസോഡുകളിൽ നമുക്കിവരുടെ പുതിയ ഗാനങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.